ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു നാടൻ സ്റ്റൈൽ കേരള സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ചെറിയ ടൈമിൽ തന്നെ നമുക്ക് ഈ സാമ്പാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുക്കറിലാണ് ഇന്ന് സാമ്പാർ റെഡിയാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരക്കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാർ വെക്കുമ്പോൾ തുവരപ്പരിപ്പ് എടുത്താലാണ് സാമ്പാറിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി കുക്കറിലേക്ക് ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കുക്കറിൽ ഈ പരിപ്പും ഉള്ളിയും മാത്രമാണ് വേവിച്ചെടുക്കുന്നത്. ബാക്കി കഷ്ണങ്ങൾ നമുക്ക് പിന്നീട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു അര സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഇപ്പോൾ ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഈ ടൈമിൽ നമുക്ക് പുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സാമ്പാറിന് ആവശ്യമായ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു മുരിങ്ങക്കായ്, 2 ക്യാരറ്റ്, 2 തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം. ആ ടൈം ആകുമ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ചത് 2 വിസിൽ വന്ന് ആ വിസിലിൻ്റെ പ്രഷറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ്, മുരിങ്ങക്കായ, ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവ മാത്രമാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി വെന്ത് വരട്ടെ. ഞാനിപ്പോൾ പച്ചക്കറികളൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ആ ടൈമിൽ ഒരു 8 ചെറിയ ഉള്ളിയും ഒരു 6 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അടുപ്പത്ത് സാമ്പാർ നന്നായി തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായി വരട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ആ ടൈമിൽ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ചെടുത്ത് വെച്ച ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ രീതിയിലൊന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക് ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതാ ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് കളറ് ചേഞ്ചായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ വെണ്ടക്ക ഇങ്ങനെ ഇതിൽ ചേർക്കുന്നത് വഴി വെണ്ടയ്ക്കൊന്നും ഉടഞ്ഞു പോകാതെ കിട്ടും. പിന്നെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയായിരിക്കും. വെണ്ടക്ക ഒരു പകുതി വേവ് വരെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം.
ഒരു 5 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും വെണ്ട ഒന്ന് പകുതി വേവായി കിട്ടും. അതിനുശേഷം നമ്മൾ ഈ മസാല കുക്കറിലേക്ക് മാറ്റി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതാ കുക്കറിൽ നന്നായി തിള വരുന്നുണ്ട്. സാമ്പാറിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഏകദേശം വെണ്ടയ്ക്കൊന്ന് വെന്ത് വന്ന ടൈമിൽ നമുക്ക് തക്കാളിയും ഒരു 2-3 പച്ചമുളകും കൂടി മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില ഒരു തണ്ട്, 2 മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് അടുക്കളയിൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. ഓക്കെ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് വരും കേട്ടോ. സാമ്പാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം. പെട്ടെന്ന് റെഡിയാവും. അതുപോലെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.